ഈ സംസ്ഥാനത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു ധവളപത്രം സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വരുന്നുണ്ട്. മനസ്സിലായോ? വരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി അതിൻ്റെ അകത്തുണ്ട്. പെട്രോൾ ഡീസൽ വില വർധന ഏറ്റവും കൂടി നിന്ന സമയത്താണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ്റെ പേരിൽ അങ്ങ് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ഇന്ധന സെസ് 2 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചത്. അല്ല, അന്നത്തെ എൻ്റെ പ്രസംഗവും കൂടി ഒന്ന് കോട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു ഇത് അപകടമാണ്. ഈ 2 രൂപ ഇപ്പോൾ വില കൂടി നിൽക്കുമ്പോൾ വർദ്ധിച്ചാൽ, കാരണം കേരളം, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വരുന്ന ട്രക്കുകളിലാണ് വരുന്നത്. ഡീസലാണ്. പെട്രോളിനെക്കാളും കൂടുതൽ കൺസംഷൻ നടക്കുന്നത് ഡീസലാണ്. ഡീസൽ കൺസംഷനാണ്. ആ ഡീസൽ കൺസംഷൻ മാഹിയിൽ വരുമ്പോൾ വേറെ വില, തമിഴ്നാട് അതിർത്തിയിൽ വരുമ്പോൾ വേറെ വില, കർണാടക അതിർത്തിയിൽ വരുമ്പോൾ വേറെ വില. വലിയ വില വ്യത്യാസം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും? ഈ ട്രക്കുകൾ അവർ ഫുൾ ലോഡ് സംസ്ഥാന അതിർത്തിയിൽ നിന്ന് ഫില്ല് ചെയ്തിട്ട് വരും, ഫുൾ ലോഡ്. അപ്പം ഞാനൊന്ന് പറഞ്ഞു, ഇതിൻ്റെ നിങ്ങൾ ഈ 2 രൂപ കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നികുതി നഷ്ടം ഉണ്ടാവും. കാരണം ഡീസലിൻ്റെ കൺസംഷൻ കുറയും എന്ന് പറഞ്ഞു. അന്ന് അങ്ങ് പരിഹസിച്ചൊന്നും ഞാൻ പറയില്ല, അങ്ങ് പറഞ്ഞു ഒരു കൺസംഷനും കുറയാൻ പോകില്ല എന്ന് പറഞ്ഞു. ഞാനത് ഓർത്തു വെച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അങ്ങേക്ക് ഡീസൽ കൺസംഷൻ്റെ കണക്ക് കാണിച്ചു തന്നു. 1.5 കോടി ലിറ്ററിൻ്റെ ഡീസലിൻ്റെ കൺസംഷൻ കുറവുണ്ടായി. 1.5 കോടി ലിറ്റർ. തെറ്റായ തീരുമാനമായിരുന്നു ആ സെസ് കൂട്ടാനുള്ള തീരുമാനം. അന്നത്തെ കാലത്ത് തെറ്റായ തീരുമാനം. കാരണം ഈ ട്രക്കുകളെല്ലാം പുറത്തുനിന്ന് അടിച്ചു. അതുമാത്രമല്ല, ഇപ്പോഴും കേരളത്തിലേക്ക് അനധികൃതമായ ഡീസൽ, ഈ പെട്രോൾ വലിയ തോതിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഒരു ടാക്സും കൊടുക്കാതെ, നമുക്ക് ടാക്സ് ഉണ്ടല്ലോ, സ്റ്റേറ്റിൽ ഒരു ടാക്സും കൊടുക്കാതെ വ്യാപകമായി വിറ്റഴിക്കപ്പെടുക. അത് തടയാനുള്ള അതിശക്തമായ നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിക്കും. ഒരു സംശയം അക്കാര്യത്തിലില്ല. അങ്ങയുടെ കാലത്താണ് ഈ അപകടം മുഴുവൻ ഉണ്ടായത്. ഈ അപകടം മുഴുവൻ 1.5 കോടി ലിറ്ററിന്റെ ഡീസലിന്റെ കൺസംഷൻ കുറയുകയും വ്യാപകമായ നികുതി നഷ്ടം ഈ മേഖലയിൽ ഉണ്ടാകുകയും ചെയ്തത് ശക്തമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കാത്തതുകൊണ്ടാണ്. അത് ഞങ്ങൾ മനസ്സിലാക്കി, ആ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ള കുറവുകൾ മനസ്സിലാക്കി ഞങ്ങൾ അതിശക്തമായ നടപടികൾ സ്വീകരിക്കും. ഒരു സംശയവും അക്കാര്യത്തിലില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കണം. വിലവർദ്ധനവ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കാൻ ഫസ്റ്റ് പ്രയോറിറ്റി. ഗവൺമെന്റിന്റെ പ്രയോറിറ്റി അതാണ്. വിലവർദ്ധനവ് തടയാൻ, ഈ നാണ്യപ്പെരുപ്പം കുറച്ച് വിലവർദ്ധനവ് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ അങ്ങ് ഫിനാൻസ് കമ്മീഷൻ്റെ 15ാമത് ഫിനാൻസ് കമ്മീഷൻ 16ാമത് ഫിനാൻസ് കമ്മീഷനായ മാറിയ കാര്യവും ഞങ്ങൾക്ക് 1.92 കിട്ടിയെന്നും പറഞ്ഞു. അതിനൊന്നും ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല. ഈ സംസ്ഥാനത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു ധവളപത്രം സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വരുന്നുണ്ട്. മനസ്സിലായോ? വരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി അതിൻ്റെ അകത്തുണ്ട്.